ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മാങ്ങ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ നല്ലൊരു അടിപൊളി കേക്കാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് മാമ്പഴം 1 കപ്പ് റവ വെച്ചിട്ട് നല്ലൊരു കിഡിലെ നൈറ്റാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. വൈകിട്ടുള്ള ചായക്കൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം. അപ്പം ഇതാ നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം 2 ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 5 ഏലക്ക ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. നമ്മൾ മിക്സിയുടെ കുറച്ച് വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു മാങ്ങ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് 3/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് പിന്നെ ഞാനിതാ ഒരു മിക്സിംഗ് ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ ഈ ഒരു മാങ്ങയുടെ പൾപ്പ് അങ്ങ് ഒഴിക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു റവ കുറേശ്ശെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മുടെ റവ നല്ല പോലെ ഒന്ന് കുതിർന്ന് കിട്ടണം. ഒരു സ്പാച്ചിൽ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാനൊരു 5 മിനിറ്റ് നമ്മുടെ റവ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല പോലെ ഒന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ എക്സ്ട്രാ കളറൊന്നും ചേർക്കാതെയാണ് നമുക്ക് ഈ ഒരു മാമ്പഴത്തിൻ്റെ കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു റവ നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് പിഞ്ചളവിൽ മതി. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇത് ടൈറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൽപ്പം പാല് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് പാല്. നമ്മുടെ ആ ഒരു റവ ഒന്നും കൂടെ ഒന്ന് ടൈറ്റായിട്ട് വരും. കണ്ടില്ല, നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു മാംഗോയുടെ ഫ്ലേവർ നല്ല പോലെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഇതാ ഞാൻ ഒരല്പം ടൂട്ടി ഫ്രൂട്ടി ഒന്ന് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഞാനിതൊരു കേക്ക് ടിന്നിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇതൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് പകരം ബട്ടർ പേപ്പറും ഇട്ട് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേപോലെ ഒരു സ്ക്വയർ വെച്ചിട്ട് ഒന്ന് എല്ലാ വശവും ഒന്നാക്കി എടുക്കാം. അതിലേക്ക് ഒരൽപ്പം ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം.
കയ്യിലുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് ഒരു 30-35 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു ബിരിയാണിയുടെ പോട്ടിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. നല്ല പോലെ പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഒരു 30-35 മിനിറ്റ് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കേക്ക് ഇവിടെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മളിവിടെ കേക്കൊക്കെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് കേട്ടോ. നമ്മുടെ മാംഗോയുടെ ഫ്ലേവർ നല്ലപോലെ കിട്ടുന്നുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക കേട്ടോ. വൈകിട്ടുള്ള ചൂട് ചാട് കൂടെ നമ്മുടെ മക്കൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ഐറ്റംസുകൾ റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.